ആദ്യത്തെ ഷോട്ട് അഭിനയിച്ചപ്പോഴാണ്? ആദ്യത്തെ ഷോട്ട് പിന്നെ പെട്രോൾ പമ്പിൽ വെച്ചായിരുന്നു. പെട്രോൾ പമ്പിൽ നിന്ന് ഞാൻ ജോജ ഒരു ആ വില്ലിനെ തലക്കടിച്ചിട്ട് ഞാൻ ഓടി വന്നിട്ട് ഇങ്ങനെ വന്ന് സംസാരിക്കുന്നത് ആ വേഷം. അതാണ് ആദ്യമായിട്ട് ചെയ്തത്. പിന്നെ കോമഡി വല്ലതും കാണിച്ചോ പുള്ളിയോട്? ഒരുപാട് കഥകളൊക്കെ ഉണ്ട്. അല്ല, ഇത് മമ്മൂട്ടിയോട് പറഞ്ഞ കഥകൾ വല്ലതും ഉണ്ടോ? മമ്മൂട്ടിയോട് പറയാൻ പോയിട്ട് എന്തായിരുന്നു പറയാൻ പോകുമായിരുന്നു? അതാ പറഞ്ഞ അത് പ്ലാൻ ചെയ്ത കഥ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തോ ഇങ്ങനെ ഉള്ളി കിടന്ന് തിളയ്ക്കുന്നു. മറന്നുപോയോ? ഇങ്ങനെ ചോദിച്ചാൽ മറന്നു പോകും. എപ്പോഴാണ് പറഞ്ഞത്? ഞാൻ അല്ല സിനിമയിലെ കാര്യങ്ങൾ പറയാം. ഞാൻ ഈ പിന്നെ ഈ ചെകുത്താനും കടലിനും നടുക്കായ ഒരു സംഭവം ഉണ്ടല്ലോ. ആരാണ് ചെകുത്താൻ? ചെകുത്താൻ അങ്ങനെ പറയുമല്ലോ. എന്തൊക്കെയോ അതായത് ഒരു ഹിന്ദി ഡയലോഗ് ഹിന്ദി ഡയലോഗ്. ഈ പുള്ളി അവിടെ നിർത്തിയിരിക്കുന്നത് ഹിന്ദി അറിയാവുന്ന ഒരാളായതുകൊണ്ട്, മറ്റേ പുള്ളിക്ക് ഹിന്ദി അറിയത്തില്ല, തൊഴിലാളിയാണ്. ഹിന്ദി അറിയാവുന്ന ഒരാളായതുകൊണ്ട് ഹിന്ദിക്കാർ വരുമ്പോൾ ഈ ലോറിക്കാരൊക്കെ വരുമ്പോൾ അവരോട് സംസാരിക്കാനും അവരെ ഡീൽ ചെയ്യാനും വേണ്ടിയാണ് അവരെ നമ്മുടെ റെസ്റ്റോറൻറ്റിലും പെട്രോൾ ബങ്കിലും പുള്ളി നിർത്തിയിരിക്കുന്നത് അല്ലേ? അതെ അതെ. കഥ മുഴുവൻ ഞാൻ പറഞ്ഞായിരുന്നു. എനിക്ക് ABCD അപ്പം ചന്ത മാർക്കറ്റിൽ ചെന്നിട്ട് ലിസ്റ്റ് കൊടുത്തിട്ട് അയാളുടെ അടുത്ത് പറയും ഇന്നലെ തന്ന സാധനമൊക്കെ മോശമായിരുന്നു, ഇനി തരുന്ന സാധനങ്ങൾ ഫ്രഷ് ആയിരിക്കണം. അവിടുത്തെ എടുത്തു കൊടുപ്പ് ബീഹാറിയാണ്. ഹിന്ദി പറയണത്. അത് എനിക്ക് തൊട്ട് മുമ്പാണ് കിട്ടിയത്. ഇത് ഞാൻ പഠിച്ചിട്ട് എൻ്റെ തല കയറുന്നില്ല, ഒരു തരത്തിൽ തല കയറുന്നില്ല. ഞാൻ ഇങ്ങനെ പേടിച്ച് നിൽക്കുക. ഞാൻ പറഞ്ഞിട്ടുണ്ട് മമ്മൂക്കയുടെ കൂടെ സംസാരിക്കുമ്പോഴേ തെറ്റിക്കഴിഞ്ഞാൽ വഴക്ക് പറയുന്നുള്ളത്. ടെൻഷൻ. മലയാളം എനിക്ക് വിഷയമല്ല, ഹിന്ദി ആയതുകൊണ്ടൊരു ടെൻഷൻ. ഞാനിങ്ങനെ പേടിച്ച് വന്നപ്പം ഇക്ക വന്ന് ഹർബാനിൽ ഇറങ്ങി വന്നെടുത്ത് വന്നിട്ട് അടുത്ത് ഞങ്ങൾ രണ്ട് ഒരുമിച്ച് ഇങ്ങനെ നിൽക്കും. ഈ സൈഡിൽ നിൽക്കുന്നു, ഞാൻ ഇങ്ങനെ നിൽക്കുന്നു. പറഞ്ഞു ഞാൻ ഒരു റാട്ടിൽ, ഞങ്ങളുടെ ഭാഷയിൽ പറഞ്ഞ ഒരു റാട്ട് ഇങ്ങനെ ഇതിൽ അത് പിന്നെ എനിക്ക് പിന്നെ ഇപ്പോൾ ഒരു ഹിന്ദി ഡയലോഗ് എന്താ ഒരു ഹിന്ദി ഡയലോഗാണ്, ഞാനത് പഠിച്ചില്ല. മുൻകൂർ ജാമ്യം എടുക്കുന്നത്. സാരമില്ല പറഞ്ഞു, ഡബ് ചെയ്യുമ്പോൾ ക്ലിയർ ആക്കിയാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ ചെന്ന് ഞാൻ പറഞ്ഞ് സംഭവം കഴിഞ്ഞ് പോന്നു കഴിഞ്ഞിട്ട് ഈ നമ്മുടെ അസിസ്റ്റൻറ്റ് ഡയറക്ടറിനെ വിളിച്ചിട്ട് പറഞ്ഞു എപ്പോഴാണ് അവൻ്റെ കൈ കൊടുത്തതെന്ന് ചോദിച്ചു. സ്ക്രിപ്റ്റ് അത് ഇങ്ങോടാ എന്നെ വിളിച്ച് സത്യം പറഞ്ഞ എൻ്റെ അടുത്ത് എപ്പോഴാണ് എനിക്ക് നിൻ്റെ പുള്ളിയുടെ മുഖം മാറ്റിയിട്ട് എപ്പോഴാണെന്ന് ചോദിച്ചു. എനിക്ക് ഏത് സൈഡ് പറയണമെന്നുള്ളത് എനിക്ക് നേരത്തെ തന്നെന്ന് പറഞ്ഞാൽ നീ എന്തുകൊണ്ട് പഠിച്ചില്ലെന്ന് എന്നോട് ചോദിക്കത്തില്ലേ? ഞാൻ ആകെ കുഴഞ്ഞു. ഞാൻ ഇങ്ങനെ പകച്ച് നിൽക്കാൻ. അത് പിന്നെ വായി 10 എന്നാണ് പറഞ്ഞത്. 10 മിനിറ്റ് എന്ന് പറഞ്ഞു. 10 മിനിറ്റ് ആണ്. അല്ല പുള്ളി പറഞ്ഞു 10 അല്ല 15 മിനിറ്റ് മുമ്പേ കൊടുത്തെന്ന് പറഞ്ഞു. പിന്നെ ഇച്ചിരി ദേഷ്യം മാറിയിരുന്നു. നല്ല സഹായം, നല്ല ഹെൽപ്പ്. പേടി ഇപ്പോഴും ഉണ്ടോ? നമുക്കുള്ള പേടി മാറിയ പേടിപ്പിച്ചിട്ടല്ല പേടിക്കുന്നത് ആളുകളെ പേടിച്ചോണ്ട് വരാൻ കാലത്ത് ചുമ്മാ കിടന്ന് പേടിക്കുന്നില്ലേ? ഒരാവശ്യമില്ല. നമുക്ക് അടുത്തറിയണം എന്നാലേ പേടി മാറുള്ളൂ. അങ്ങനെ പറയാം. അത് പറഞ്ഞ് പേടിപ്പിക്കുന്നതാണ് ആൾക്കാരല്ലേ, അല്ലാണ്ട് ഈ പറഞ്ഞ് പേടിക്കുമല്ലോ. അങ്ങനത്തെ ഒരു പ്രശ്നം എന്നോട് കുറേ പേര് ചോദിച്ചു ഇങ്ങനെ എങ്ങനെയുണ്ട് മമ്മൂക്കയുടെ കൂടെ അഭിനയിച്ചിട്ട് എങ്ങനെയുണ്ട്, പുള്ളി എങ്ങനെ ഭയങ്കര ഇതാണെന്നല്ലോ പറയുന്നത്, അങ്ങനെ ഇതാണല്ലോ അതാണല്ലോ എന്നൊക്കെ പറയും. എനിക്കങ്ങനെ തോന്നിയില്ല. എന്നോട് ലോഹ്യമായിട്ടാണ് സംസാരിച്ചതും കാര്യങ്ങളൊക്കെ. പിന്നെ നമ്മൾ ഒരു പേടി എന്ന് പറഞ്ഞാൽ അതല്ല, നമ്മൾ റെസ്പെക്റ്റ് എന്ന് പറഞ്ഞാൽ അത് നമ്മൾ ദൈവതുല്യമായിട്ട് കാണുന്നു. അങ്ങനെ ഒരു മനുഷ്യനാണ് അത്. നെൽസൺ പറഞ്ഞത് വളരെ കറക്റ്റാണ്. ഞങ്ങൾക്കൊക്കെ ഞാൻ നിങ്ങളോട് എന്തെങ്കിലും ചീത്ത പറയും ഒന്നുമില്ല, എന്തെങ്കിലും മോശമായിട്ട് പെരുമാറുന്നു. പുള്ളി രാവിലെ അങ്ങോട്ടല്ലേ ഗുഡ് മോർണിംഗ് പറയും അല്ലേ? ഇങ്ങോട്ടല്ലല്ലോ പുള്ളിക്ക് ഗുഡ് മോർണിംഗ് കൊടുക്കുന്നത്. പുള്ളി അങ്ങോട്ടല്ലേ രാവിലെ വന്ന് എല്ലാവരും ഗുഡ് മോർണിംഗ് പറയുന്നത്. മമ്മൂക്കയെ പറ്റി നല്ലൊരു ഇത് പറയാനുള്ളത്, നമുക്ക് പുതിയ പുതിയ ടാലൻസുകൾ വരുമ്പോൾ വിളിച്ച അവസരം കൊടുക്കുന്നത് ഒരു വലിയ കാര്യം. ഒരുപാട് അവസരം ഈ നെൽസന്റെ മിമിക്രി പരിപാടികൾ സിനിമ ആൾക്കാർ കാണുന്നുണ്ട്. പക്ഷേ എനിക്ക് തോന്നുന്നു ഞാനായിരിക്കും ഏറ്റവും കൂടുതൽ ഇങ്ങനത്തെ പരിപാടികളൊക്കെ ഞാൻ കണ്ടുകൊണ്ടിരിക്കും. എനിക്ക് വേറെ വൈകുന്നേരം പരിപാടികൾ വേറെ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഞാൻ ഈ വക കോമഡി ഷോകളും TV ഷോകളും കണ്ടുകൊണ്ടിരിക്കും. അപ്പോൾ നിങ്ങളെയൊക്കെ മറ്റുള്ളവരെക്കാൾ പരിചയം എനിക്ക്. അത് മമ്മൂക്കായിട്ട് ബന്ധപ്പെട്ടവരും ഒരുപാട് പേര് അടുത്തറിയാവുന്ന ഒരുപാട് പേരൊന്നുണ്ട്. കോമഡി പ്രോഗ്രാംസ് ഒരുപാട് കാണുന്ന വ്യക്തിയാണ്. നിങ്ങളൊക്കെ അറിയാവുന്ന ഒരു പ്രാവശ്യം ഗൾഫ് പ്രോഗ്രാമിന് ഒരുമിച്ച് കട പ്രോഗ്രാമിന് ഞാൻ വന്നിരുന്നു. പറഞ്ഞു നിങ്ങളാ കള്ളുകൂടി കണ്ടോ എന്ന് ചോദിച്ചു. അതായത് നമുക്ക് കള്ളുകൂടി എന്നുള്ളതല്ല, ആ സീനുകൾ കാണുന്നതുകൊണ്ടാണ് അങ്ങനെ ചോദിച്ചത്. മറ്റാൾ പേരുന്നത് നമ്മുടെ
ക്ലീറ്റസിൽ അഭിനയിച്ച ആളുടെ പേരെന്തോ? ഉല്ലാസ്. ഉല്ലാസ് പന്തളം. ഉല്ലാസ് പന്തളം നമ്മൾ മറന്നോ? അല്ല മറ്റേ തടിയൻ പിന്നെ നോബി. അവരൊക്കെ നമ്മൾ എല്ലാ പടത്തിലും ഉണ്ട്. പറയുന്ന ആൾക്കാർക്ക് അവസരങ്ങൾ മുന്നോട്ട് വരാതിരിക്കരുത്. അവസരങ്ങൾ നമുക്കറിയാവുന്നവരെയൊക്കെ വിളിച്ച് നമ്മളറിയാവുന്ന പോലെ അവസരങ്ങൾ കൊടുക്കണമെന്നാണ് നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ ചിലപ്പോൾ കൊടുക്കുമായിരിക്കും, ചിലപ്പോൾ കിട്ടൂല. മറ്റൊന്നും പറയുന്നതല്ല, നമ്മുടെ ഫീൽഡിൽ മിമിക്രി ഫീൽഡിൽ എല്ലാവർക്കും അറിയാവുന്ന ഏറ്റവും കൂടുതൽ അവസരം മിമിക്രി ആർട്ടിസ്റ്റ് കൊടുത്തിട്ടുള്ളത് മമ്മൂക്ക മാത്രമാണ്. അല്ല ഞാൻ കൊടുക്കുന്നതല്ല, ഞാനായിട്ടല്ല, എന്നെ സംവിധായകരോട് നമ്മൾ നിർദ്ദേശിക്കാം ഇയാൾ തിരക്കേടില്ല, ചിലപ്പോൾ അറിയില്ലെങ്കിൽ കാണാറുണ്ടോ. അല്ല നോ എന്ന് പറഞ്ഞാൽ അവിടെ ഇല്ലല്ലോ. അതെ നോ എന്ന് പറഞ്ഞാൽ ഇല്ല. പിന്നെ നമുക്ക് എനിക്ക് പേഴ്സണലി ഞാൻ ബാംഗ്ലൂർ ഡേയ്സ് ചെയ്യുന്നതിന് മുമ്പ് മമ്മൂക്കേനെ ഒരു ദിവസം കണ്ടപ്പോൾ നീ ABCD കൂടാതെ ഒരു പടവും കൂടെ ചെയ്തല്ലോ എന്ന് പറഞ്ഞില്ലേ. മമ്മൂക്ക മാതൃഭൂമിയുടെ പരസ്യം ഷൂട്ടിങ്ങിന്റെ സമയത്ത് മമ്മൂക്ക പറഞ്ഞു. അതെനിക്ക് മറക്കാൻ പറ്റില്ല. കാരണം മമ്മൂക്ക നമ്മൾ അഭിനയിച്ച രണ്ടാമത്തെ ഒരു പടം കൂടെ കണ്ടു എന്ന് പറയുന്നത് അത് ഭയങ്കര സന്തോഷമാണ്. മമ്മൂക്ക പരമാവധി സിനിമകൾ കാണും, മലയാളം എല്ലാം കാണും. എനിക്ക് വേറെ വിനോദങ്ങളില്ലാത്ത ഒരാളാണ്. അതുകൊണ്ട് സിനിമ കാണുന്നത് എൻ്റെ പണി. സിനിമ കാണുക, എന്തെങ്കിലുമൊക്കെ വേറെ പുസ്തകങ്ങളോ വിവരങ്ങൾ ഇട്ട് വായിക്കുക, അത് ആൾക്കാരെ എടുത്ത് അടിച്ചേൽപ്പിക്കുക, അതൊക്കെ തന്നെ എൻ്റെ പ്രധാന. നമ്മുടെ ഈ രാജാതിരാജയിലേക്ക് വരും, മമ്മൂട്ടി വിട്. ബാക്കി സിനിമയെ പറ്റി എങ്ങനെ തോന്നുന്നു? എന്താണ് പറ്റി കിട്ടുന്ന അഭിപ്രായം? സിനിമ കുഴപ്പമില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കുറച്ചുകൂടെ മെച്ചമാക്കാരെന്ന് പറഞ്ഞത് നമുക്കൊക്കെ ആ റോള് ഇനി ഒരിക്കൽ കൂടെ ഇച്ചിരി മിങ്കിളായതുകൊണ്ട് നമുക്ക് കുറച്ചുകൂടെ ചെയ്യാമായിരുന്നു ഇപ്പം തോന്നുന്നു. അതെന്താ കുഴപ്പം? അന്നൊരു ശകലം ഒരു ഭയം ഉണ്ടായിരുന്നല്ലോ ഉള്ളിൽ. അല്ല അത് ടേക്കിൻ്റെ സമയത്തും ഷോർട്ട് സമയത്തും ഒക്കെ കംപ്ലീറ്റ് റെഡി ആയില്ലെങ്കിൽ നമുക്ക് എല്ലാവർക്കും ടെൻഷനുണ്ട്. നിങ്ങൾക്ക് മാത്രമല്ല, ഇപ്പം അഭിനയിക്കുന്ന എല്ലാവർക്കും ആ ടെൻഷനുണ്ട്. കാരണം ഇതിനകത്ത് സിനിമ നമ്മൾ എടുക്കുമ്പോൾ ഒരു സ്റ്റാർട്ട് ക്യാമറ ആക്ഷൻ എന്ന് പറഞ്ഞാൽ പിന്നെ തനിക്ക് എനിക്ക് തന്നെ രക്ഷപ്പെടുത്താൻ നോക്കത്തില്ല, നമ്മൾ തമ്മിൽ രക്ഷപ്പെട്ടോണം. അതല്ല അവനവൻ്റെ കാര്യമുള്ളൂ. ഇപ്പോൾ റീടേക്ക് അപ്പോഴും തന്നെ സംഭവിക്കും. ഈ 10 100 ടേക്ക് എടുത്താലും അത് തന്നെ സംഭവിക്കും. ഈ സമയത്ത് വേറെ ആരും ഇല്ല രക്ഷപ്പെടുത്താൻ. അപ്പോൾ നമുക്കപ്പോൾ തോന്നുന്നത് നമ്മുടെ ഒരു മനോധർമ്മത്തിനനുസരിച്ചിട്ടാണ് കാര്യങ്ങൾ ചെയ്യുന്നത്. അപ്പോൾ ആ ടെൻഷൻ അവനവൻ്റെ കാര്യത്തിൽ ആർക്കും ടെൻഷൻ ഉണ്ടാകും, അതേ ഉള്ളൂ. അപ്പോൾ നമുക്ക് ചിരിക്കാനും തമാശ പറയാൻ നേരം ഉണ്ടാവില്ല.